ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്ക വെച്ചിട്ട് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 250 ml കപ്പിൽ 2 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കുതിർത്തിട്ട് വെള്ളം ഊറ്റി വയ്ക്കണം. ഇതിൽ നിന്നിപ്പോൾ 7 മുരിങ്ങയ്ക്ക എടുത്തിട്ട് ഒരെണ്ണം മാറ്റി വയ്ക്കുന്നുണ്ട്. 6 എണ്ണം മുറിച്ച ശേഷം സ്പൂണ് കൊണ്ടാണ് അതിൻ്റെ ഫ്ലഷ് എടുക്കുന്നത്. ഒരുപാട് മൂത്ത മുരിങ്ങയ്ക്ക എടുക്കരുത്. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ടുള്ള പരുവമാണ്. അധികം വിളഞ്ഞിട്ടുമില്ല, തീരെ പിഞ്ചും അല്ലാത്ത പരുവം. സ്പൂൺ കൊണ്ട് ഇതുപോലെ അങ്ങ് എടുത്താൽ മതി, പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊലി വരരുത്. ഇപ്പം മുരിങ്ങയ്ക്കയുടെ സീസൺ ഇഷ്ടംപോലെ വാങ്ങിക്കാനും കിട്ടും. ഇത് വാങ്ങിച്ചതല്ലേ. ഇത്ര നീളമുള്ളത് നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ അങ്ങ് മുറിച്ചെടുക്കാം. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. മീഡിയം സൈസിൽ 2 സവാള കനം കുറച്ചരിഞ്ഞ് ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടി 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ചൂടായ നെയ്യിലേക്ക് നമ്മൾ ഈ സവാള ഇട്ട ശേഷം തീ ഏറ്റവും കുറച്ചിട്ട് വേണം ഗോൾഡൻ കളർ ആകുന്നവരെ വറുത്തെടുക്കേണ്ടത്. ഇനി 1/4 ടീസ്പൂണിലും കുറച്ച് പഞ്ചസാര ചേർത്ത് ഇളക്കി എടുക്കാം. കുറച്ച് പറങ്ങേൻ്റെയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് 4 ഏലക്ക ചതച്ചത്, 5 ഗ്രാമ്പൂ, തക്കോലം, ചെറിയ 2 കഷ്ണം പട്ടയില, ഒരു ജാതിപത്രയുടെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇനി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെ ഒന്നുകൂടി വരുന്ന സമയമാകുമ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസും 3/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. ഇപ്പോൾ അരിയും വെള്ളവും സമമായിട്ടുണ്ട്. ഇനി തീ കുറച്ച ശേഷം കുക്കറിൻ്റെ വാഷർ എടുത്തിട്ട് വേണം അടച്ച് വയ്ക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 3/4 പരുവം വെന്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇങ്ങനെ തന്നെ അടച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 3/4 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്തൊന്ന് ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയൊരു കഷ്ണം പട്ട, 1 ഏലക്ക, പട്ടയില വളരെ ചെറിയൊരു കഷ്ണം. ഇതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള 2 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം പോകുന്നവരെ വഴറ്റിയാൽ മതി. 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം സൈസിലുള്ള 2 പഴുത്ത തക്കാളി കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കനം കുറച്ച് തന്നെ അരിയുന്നതാണ് നല്ലത്. പൊടിയായിട്ട് അരിഞ്ഞ 1 കൈ മല്ലിയിലയും അത്രയും തന്നെ പുതിനയിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അധികം എരിവില്ലാത്ത 7 പച്ചമുളക് ചെറുതായിട്ടൊന്ന് പിളർത്തയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം, അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ. 2 പരിക്ക് ഒരു 4 മുരിങ്ങയ്ക്ക ചേർത്താലും മതി. ഇതിപ്പോൾ നമ്മൾ 6 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴലണം. ആ സമയം കൊണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് പറങ്ങേൻ്റെയും കൂടെ അരച്ചെടുക്കാം. അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അരച്ചൊഴിച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി 3/4 ടീസ്പൂൺ ഉപ്പുപൊടി, ബിരിയാണി മസാല 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണും കൂടെ ചേർക്കാം. ഇതിവിടെ ഉണ്ടാക്കിയ ബിരിയാണി മസാല ആയതുകൊണ്ട് നല്ല മണമുണ്ട്, കുറച്ച് ചേർത്താൽ മതി. മുറിച്ച് വെച്ചിരിക്കുന്ന ഈ മുരിങ്ങയ്ക്ക കഷ്ണങ്ങളും കൂടെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വെന്തം ഉടഞ്ഞു പോകരുത്, വെള്ളം വറ്റുകയും വേണം. മുരിങ്ങയ്ക്ക ഇപ്പോൾ ഒരുവിധം വെന്ത് വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ പാത്രത്തിലോട്ട് വെന്ത് വെച്ചിരിക്കുന്ന ചോറിൻ്റെ കുറച്ച് ചേർത്ത ശേഷം വെന്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയുടെയും പകുതി ചേർക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ സവാള വറുത്ത ഇപ്പോൾ ചേർക്കുന്നില്ല. വീണ്ടും കുറച്ച് ചോറിട്ട് കഴിഞ്ഞിട്ട് സവാള വറുത്തതും കുറച്ച് പറങ്ങേൻ്റെയും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് ലെയർ ചോറും ചേർത്തതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ കലക്കിയതിൻ്റെ 2 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. മഞ്ഞളിന് പകരം നമുക്ക് കുങ്കുമപ്പൂ വേണമെങ്കിലും ചേർക്കാം. മുരിങ്ങയ്ക്കയ്ക്ക് കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് അധികം സവാള വറുത്ത് ചേർക്കണ്ട. ബാക്കി ഉണ്ടായിരുന്ന സവാളയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും പറങ്ങേൻ്റെയും ചേർത്തതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഈ കല്ലിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച ശേഷം ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കുകയും ചെയ്യും. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് നല്ല ബിരിയാണിയുടെ ഒരു മണം വരുന്നുണ്ട്. മട്ടൻ്റെയും ചിക്കൻ്റെയും ഒന്നും അത്രയും വന്നില്ലെങ്കിലും നല്ലൊരു ബിരിയാണിയായത്. നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞേക്കണേ. വീണ്ടും കാണാം. താങ്ക്